ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കർ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മിൻറ്റ് ലീവ്സും മല്ലിയില അല്ലേ, മല്ലിയില എല്ലാം റെഡിയാക്കിയാണ്. ഇതെന്തറിയാമേ? ഇത് സെല്ല റൈസ് അവന്. അപ്പം ഞാനാണ് ഇത് ചെയ്യുന്നത്. മോൻ ചെയ്തു കേട്ടോ. മല്ലിയില, പച്ചമുളക്, തക്കാളി. എത്ര പച്ചമുളക് വേണം പറഞ്ഞോ? തക്കാളി ഒരു 2 എണ്ണം മതിയായിരിക്കും. 2 തക്കാളി. 4 പച്ചമുളക് വേണം. ഇത് ഭയങ്കര എരിവാ. ഇല്ല, ഉണ്ടോ? മതി. ഓക്കെ, 3 എണ്ണം മതി. പിന്നെ കുറച്ചൊരു ഇഞ്ചിയും. പിന്നെ അത് എത്ര വെളുത്തുള്ളി വേണമായിരിക്കും? കുറച്ചെടുത്താൽ മതി. മല്ലിയില മതിയോ നോക്കി? മതി, ഇത്ര മതി. പോരെ? ഒത്തിരി ഇട്ടാൽ ഭയങ്കര ചുവയായിരിക്കും അല്ലേ? മല്ലിയിലിട്ട് ടേസ്റ്റ് മുന്നേ നിൽക്കും. എല്ലാം ക്ലീൻ ചെയ്ത് ഇനി അമ്മ ചിക്കൻ റെഡി ആക്കിക്കോ. ഇപ്പൊ ഇച്ചിരി വെയിലൊക്കെ വരുന്നുണ്ട്. മഴയായിരുന്നു. ഇന്ന് വൈകിട്ട് ഇച്ചിരി മഴക്കോളാ, മഴയാന്നാ കാണിക്കുന്നത്. പെയ്യട്ടെ, ചൂടിച്ച് കുറയല്ലോ. അതെ. പീസ് ചെറുതാക്കണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വിടുന്നോട്ടെ, ബിരിയാണിയുടെ അല്ലേ? ഇതൊക്കെ വേണമെങ്കിൽ ഒരു ശകലം ചെറുതാക്കിക്കോ. ശരി. ഞങ്ങളെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. നേരത്തെ എന്തായാലും പുളിയൊക്കെ കഴിഞ്ഞോണ്ട് ഇതുണ്ട്. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം വേണോ? കുറച്ചെടുത്തോ. നല്ല സൂപ്പർ നാരങ്ങയുണ്ട്. ഉപ്പാണോ മധുരമാണോ വേണ്ടേ? എനിക്ക് മധുരം മതി. ഉണ്ട്. റോസാപ്പൂ ഒക്കെ തീരാറായി അല്ലേ? എല്ലാം പൊഴിഞ്ഞു പോയേ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാം TV ഓഫ് ആക്കിയിട്ട് വരാം. മതി, അത്ര മതി. ആവശ്യത്തിനുള്ള ഇട്ടോ നമുക്കിപ്പം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതിന് ആവശ്യത്തിനുള്ള ഇട്ടോ. മല്ലിപ്പൊടി അല്ലേ? മല്ലിപ്പൊടി പോരെ? കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒന്നുകൂടി ഇടാലോ അല്ലേ? ഇട്ടു. കുരുമുളക് പൊടി വേണം. ഇവിടെ ഉണ്ട് പൊട്ടിച്ച് വെച്ച കുരുമുളക് പൊടി. 1 സ്പൂൺ ഇടാം. ഇതിന് ഒന്ന് വേണോ? മതി. കുറച്ച് യോഗട്ട് വേണം. 1 മിനിറ്റ്. യോഗട്ട് കുറച്ച് ഇടാനുണ്ട്. സ്പൂൺ തരാമേ? ഉണ്ടോ? ഇല്ല, എടുത്തു. ഇതെല്ലാം കൂടെ മിക്സ് ആക്കണം. മതിയായിരിക്കും. മതി. ഇനിയാണ് മിക്സിങ്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഇനി വല്ലതും ഇടണോ? ശകല ഉപ്പിടണം. ഉപ്പിട്ടില്ല. ആവശ്യത്തിന് ഇട്ടോ. സ്പൂൺ ഇടാൻ ഇട്ടോ. യെസ്, മതി. അരിക്കകത്ത് ഉപ്പിട്ടാ വേവിക്കുന്ന പോണെ. ഇല്ലേ, മതി. ഇത്ര മതി. സ്വല്പം കൂടെ. അത് ശരി.
ഓക്കെ, ഇനി ഒരു ക്ലീൻ ഫിലിം എടുത്ത് ഇത് ചുറ്റി ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ അതെല്ലാം ഞാൻ റെഡി ആക്കിക്കോളാം ഇനിയിപ്പോൾ. ശരി. മഴ പെയ്യുമെന്ന് പറഞ്ഞ് നല്ല സൂപ്പർ മഴ. ദേ പൂച്ചക്കൂട്ടം കയറി പോന്ന്. പൂച്ച പോയി ഓടി. ആഹാ, മഴയായിട്ട് നമുക്ക് ഓടുക. അരി കുതിരാനും പിന്നെ അരപ്പ് തേച്ച് വെച്ച് ആ ചിക്കനൊക്കെ ഒന്ന് സെറ്റായി വരാനും കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് റോസ് വാട്ടർ നമ്മൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന്. നമുക്ക് നോക്കിക്കേ പൊങ്ങി വരുന്നത്. ഇത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് മുഖത്തോട്ട് ഇടുക. യെസ്, മതിയല്ലേ ഇത്രയും? മതി. ഭയങ്കര തണുപ്പാണല്ലോ ഇതിന്റെ സംഭവം. നോക്കട്ടെ. മോർക്ക് ഞാൻ സഹായിക്കാം. രണ്ട് കണ്ണിന്റെ അവിടെ വെക്കണം. അത് തന്നെ അല്ലേ, വെട്ടക്കാരൻ മാധവന്. മൂക്ക് നിക്ക് മൂക്കൊക്കെ അല്ല, ഇച്ചിരി മൂപ്പുറത്ത് വെച്ചോ. ഓക്കെ, മൂർത്ത് വെക്ക്. ഒരു മിനിറ്റ്, ഞാൻ ഫോൺ നമുക്ക് എല്ലാ ഫേസിലും കൂടെ നിടാം. നമ്മളുടെ മുറ്റത്ത് നിന്ന റോസ് ഇല്ലേ, അതായത് എൻ്റെ ഫേസ് ഇപ്പോൾ ക്ലീൻ ആണ്. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒന്നും ഫേസിൽ ഇട്ടിട്ടില്ല. സോ മതിട്ടാ. ശരി, എവിടെ എന്റെ അടുത്ത ഭൂതം എവിടെ? ആഹാ, ഞാൻ എടുക്കുവാണേ. ഒന്നും ആയില്ല, ഉണങ്ങില്ല. ഇത് വന്നിട്ട് എന്തോ ഒരു ചെറിയൊരു ഈർപ്പൊക്കെ. റോസിന്റെയാണ്. ഇതാണ്, കുഴപ്പമില്ലല്ലേ? നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഉണ്ടാക്കാൻ റെഡിയായാൽ മതി. എക്സോസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. വഴണ്ട് വരുമ്പോൾ നമ്മുടെ സവോള ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു.
പിന്നെ ആ സമയമാണെങ്കിൽ അമ്മ ചേച്ചിമാരെയൊക്കെ കോൾ ചെയ്യാനായിട്ട് പുറത്തോട്ട് പോയായിരുന്നു. അങ്ങനെ മേഡം അവിടെ നിന്ന് കുറച്ച് റോസാപ്പൂ ഒക്കെ പറിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ലെമൺ ജ്യൂസും പിന്നെ വാട്ടർ ഒഴിക്കണം. ചൂടുവെള്ളം തിളപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു സൈഡിൽ. സോ ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ആ അരിയൊക്കെ ഒന്ന് ഉടയാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു തടിയുടെ ഒരു തവി യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പം ലേശം വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിന് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. അന്നേരം അമ്മ ഒരു സൈഡ് ഇങ്ങനെ സാലഡിനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് യോഗട്ട് ഇട്ട് വേണ്ട, സോ എനിക്ക് ലെമൺ ജ്യൂസ് ഇട്ട ഇൻട്രസ്റ്റ്. എന്തോ ഇന്നങ്ങനെ ഒരു തോന്നൽ. സോ അതുകൊണ്ട് 2 രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുക്കർ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ വിളമ്പണം. ചൂടോടെ വിളമ്പി കഴിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. തുറന്നപ്പോൾ തന്നെ അടിപൊളി മണമായിരുന്നു, പറയാൻ പറ്റില്ല, അടിപൊളി മണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ സാലഡുണ്ട്, പപ്പടമുണ്ട്, നാരങ്ങാച്ചാറുണ്ട്. നാരങ്ങാച്ചാറാണ് കോംബോ. നാരങ്ങാച്ചാറുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞു ലെമണിട്ട് സാലഡും ഉണ്ട്. ഉണ്ട് അടിപൊളി. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.